സീരിയൽ പ്രേമികൾക്ക് ഏറെ ഇഷ്ടമുള്ള ജോഡിയാണ് അളകനന്ദയും ഗൗതമും. ഇവരുടെ പേരിൽ ഫാൻസ് പേജുകൾ സജീവമാണ്. ഗൗതമും നന്ദയും ഒന്നാവുന്ന നിമിഷങ്ങൾ കാണാനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഇവരെ ഒന്നിപ്പിക്കില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നടക്കുകയാണ് പിങ്കി. അതിനായി എന്തും ചെയ്യാൻ തയ്യാറുമാണ്. എന്നാൽ നന്ദയോ ഗൗതമോ അതൊന്നും ഗൗനിക്കുന്നില്ല. കരിയറും കുടുംബജീവിതവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് നന്ദയ്ക്ക്. കുടുംബത്തിലെ കാര്യങ്ങളിലെല്ലാം സജീവമായി നന്ദ ഇടപെടാറുണ്ട്. പഠന കാര്യങ്ങളിലും പിന്നോട്ടല്ല. പോലീസ് ഓഫീസറായ ഗൗതമും MBBS വിദ്യാർത്ഥിനിയായ അളകനന്ദയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലേക്ക് പകരക്കാരിയായാണ് മാനസി ജോഷി എത്തിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു മാനസി. ഹിന്ദി സീരിയലുകളിലെ പോലെയൊരു ഫേസ് കട്ടും ഹെയർ സ്റ്റൈലുമെന്നുമായിരുന്നു ആരാധകർ മാനസിയെക്കുറിച്ച് പറഞ്ഞത്. മലയാളിയല്ലാത്ത മാനസി മലയാളം പഠിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അധികം സ്പീഡില്ലാതെ പറഞ്ഞാൽ മലയാളം മനസ്സിലാവും. തിരിച്ച് മറുപടി കൊടുക്കുമ്പോൾ ഇംഗ്ലീഷോ കാനഡയോ വന്നു പോകുമെന്നും മാനസി പറഞ്ഞിരുന്നു. മലയാളം പഠിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്നും നടി വ്യക്തമാക്കിയിരുന്നു. മലയാളം അത്ര സിമ്പിൾ അല്ലെന്നാണ് അന്യഭാഷാ താരങ്ങളെല്ലാം പറയാറുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം മാനസി പങ്കുവയ്ക്കാറുണ്ട്. അഭിനയം മാത്രമല്ല ഡാൻസിലും തിളങ്ങുന്നുണ്ട് ഈ നായിക. ഡാൻസ് റിയാലിറ്റി ഷോയിലെ വിശേഷങ്ങളും ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കിടാറുണ്ട്. ഈ TVയിലെ ദി ഷോയിലെ പെർഫോമൻസിൻ്റെ വിശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കിട്ടത്. ഓൾഡ് ഈസ് ഗോൾഡ് റൗണ്ട് പെർഫോമൻസിൻ്റെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. മനോഹരമായി തന്നെ ശശി മാസ്റ്റർ കൊറിയോഗ്രാഫി ചെയ്തു. തീമിനനുസരിച്ച് സെറ്റും റെഡിയാക്കി തന്നു എന്നുമായിരുന്നു മാനസി കുറിച്ചത്. റിയാലിറ്റി ഷോയുടെ സ്ത്രീയുടെ പ്രേക്ഷകരെല്ലാം മാനസിയെ അഭിനന്ദിച്ചപ്പോൾ ഇത് നമ്മുടെ നന്ദ തന്നെയാണോ എന്നായിരുന്നു മലയാളികളുടെ ചോദ്യം. മോഡേൺ വേഷത്തിലുള്ള മാനസിയുടെ ചിത്രങ്ങൾ മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. സ്വന്തം പ്രയത്നത്തിലൂടെയാണ് മാനസി അഭിനയ മേഖലയിലേക്ക് വരുന്നത്. എടുത്തു പറയാനും മാത്രമൊരു ബന്ധം ഈ മേഖലയിൽ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ കരിയറിലെ തുടക്കകാലം അത്ര നല്ല അനുഭവങ്ങളായിരുന്നില്ല മാനസിക്ക് സമ്മാനിച്ചത്. അഭിനയിക്കാൻ അറിയാത്ത നിങ്ങളെന്തിനാണ് ഈ മേഖലയിലേക്ക് വന്നതെന്നുള്ള വിമർശനങ്ങൾ വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസവുമായി മുന്നേറുകയായിരുന്നു അന്ന്. ഒന്നിന് പിന്നാലെ ഒന്നൊന്നായി നിരവധി അവസരങ്ങൾ വന്നതോടെ അഭിനയിക്കാൻ അറിയില്ലെന്ന പഴി അവസാനിച്ചു. മലയാളത്തിൽ ആദ്യ പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം. മലയാളികൾ നൽകുന്ന സ്നേഹം എൻ്റെ മനസ്സ് നിറയ്ക്കുന്നു. കരിയറിൽ ഇന്നുവരെ ലഭിക്കാത്ത സപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതമിനെയും നന്ദിയെയും പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ കണ്ടിരുന്നുവെന്നും മുൻപൊരു അഭിമുഖത്തിൽ മാനസി പറഞ്ഞിരുന്നു.